നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. കണിക്കൊന്നയും കാൽപന്തും ഫുട്ബോൾ താരം IM വിജയനുമായി അഭിമുഖം. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ദേവികുളം നിലയം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് മാനുകളുള്ള ഒരു സ്ഥലത്താണ്. നമ്മുടെ ക്യാമ്പസിൽ ഒരുപാട് മാനുകൾ വന്നു പോകാറുണ്ട്. ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് ഇന്ത്യൻ മൈതാനങ്ങളുടെ മുഴുവൻ രോമാഞ്ചമായ ഒരു മാനാണ് ശ്രീ IM വിജയൻ. അദ്ദേഹത്തിനെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഇത് വിഷുദിനമാണ്. വിഷുദിന ആശംസകൾ പറയുന്നു. ഹാപ്പി വിഷു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഇന്ന് മാത്രമല്ല, ഒരുപാട് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പ്രചരണത്തിലൊക്കെ താങ്കൾ പങ്കെടുക്കുന്നുണ്ട്. ഫുട്ബോൾ ഐക്കണായി ഇരിക്കുമ്പോൾ തന്നെ യൂത്തിൻ്റെ ഐക്കണായി കൂടിയാണ് താങ്കൾ. എന്ന വോട്ടിങ്ങിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നും. തീർച്ചയായും. കാരണം ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഐക്കൺ ഇലക്ഷനെ സംബന്ധിച്ച് അപ്പം എൻ്റെ തൃശ്ശൂരിലെ കളക്ടർ സാറാണ് എന്നെ ഐക്കണായിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടല്ല, പ്രചരണത്തിന് എനിക്ക് പോകാൻ പറ്റില്ല. കാരണമൊക്കെ പോലീസ് ഉള്ള ജോലിയുള്ള ഗവൺമെൻറ് ജോലിയുള്ള ആളാണ്. പക്ഷേ ഇത് ഞങ്ങളുടെ കളക്ടർ, തൃശ്ശൂർ കളക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ ഏറ്റവും VIP ആരാന്ന് ചോദിക്കുക. എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ, അപ്പോൾ എനിക്ക് അതിന് ഉത്തരവായിട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞു കുറേ കാശുള്ളവരോ കുറേ വണ്ടിയുള്ളവരില്ല, ഏറ്റവും അധികം വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ VIP എന്ന് പറഞ്ഞത്. അത് നല്ല ഞാൻ പറഞ്ഞു സാറോട് പറഞ്ഞപ്പോൾ തന്നെ അത് നല്ലൊരു ക്യാപ്ഷനുള്ളൂ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് VIP എന്ന് ഇട്ടിട്ടുള്ളത്. ഞാൻ തൃശ്ശൂർ അയക്കണമെന്നാണ്. അപ്പോൾ സാറ് പറഞ്ഞിട്ടാണ് തൃശ്ശൂർ കളക്ടർ പറഞ്ഞിട്ടാണ് ഇട്ടത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കളക്ടർ തന്നെ, ഇവിടുത്തെ മൂന്നാറിലെ കളക്ടർ തന്നെ ഞാൻ ഇതിൽ മുന്നേ കളിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഒരു മാച്ച് വെക്കുകയായിരുന്നു. കഴിഞ്ഞ ഘട്ടം നമുക്ക് കളിക്കാൻ പറ്റുമായിരുന്നു. ഈ പ്രാവശ്യം കളിക്കില്ല സാർ, കാരണം സുഖമില്ലാത്ത തന്നെ കളിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു ഗസ്റ്റായിട്ട് വന്നാൽ മതി വിജയം എന്ന് പറഞ്ഞു. അപ്പോൾ കളക്ടർമാർ, ഇങ്ങനത്തെ കളക്ടർമാരിനെ ആ ഒരു ജില്ലയിൽ ഭയങ്കര ഇങ്ങനെ ഇപ്പോൾ ഫുട്ബോൾ ഏത് സ്പോർട്സ് ഇവൻ്റ് ആയാലും ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ സംബന്ധിച്ചാണ് ഇവിടെ മൂന്നാറിലെ ഒരു മാച്ച് വയ്ക്കുന്നത്. വലിയൊരു കാരണം ഇടുക്കിയിലെ മൂന്നാർ പോലീസ് ആയിട്ടുള്ള കളിയാണ്. അപ്പോൾ സ്പോർട്സ് ഗ്രൗണ്ടിലാണ് കളി. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ വിളിക്കുമ്പോൾ. സാറ് വിളിക്കുന്നു, സാർ ആ നാടിന് വേണ്ടി സബ് കളക്ടർ ആയാലും ഭയങ്കര ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിന് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങോട്ട് വരാൻ പറ്റിയതിന് വലിയ മൂന്നാർ ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ പരിപാടിക്കായിട്ട് വരുന്നത്. വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പൊതുവെ ഇലക്ഷൻ കാലത്താണ് വിജയൻ സാറിനെ നമ്മൾ മിക്കവാറും യൂണിഫോമിൽ കാണാറുള്ളത്. ഇത്തവണ യൂണിഫോമിൽ ഉണ്ടാവുമോ? അല്ല, പറയാൻ പറ്റില്ല. ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഡിലേ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ടീമൊക്കെ ഉള്ളവരും, പോലീസ് ടീമുള്ളവരും. ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ശബരിമല പോയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് യൂണിഫോം ഞാനിപ്പോൾ എപ്പോഴും ഇടാറുണ്ട്. ഞാൻ ഓഫീസിൽ പോകുമ്പോഴും അങ്ങനെ. ഓഫീസിൽ പോകുമ്പോൾ പുറത്തുള്ളവർ കാണില്ല. പിന്നെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്കും പിന്നെ ഈ ശബരിമല പോകുമ്പോഴൊക്കെയാണ് എല്ലാവരും കാണുന്നത് യൂണിഫോം ഇട്ടിട്ട്. ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂണിഫോം ഇടും. പിന്നെ ഫുട്ബോൾ ടീമുണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ഒരു ഇൻചാർജുള്ള കാരണം പിന്നെ ഞങ്ങളുടെ സാറ് കമാൻഡ് സന്തോഷ് സാറിന് പറഞ്ഞാൽ അത്രയധികം സ്പോർട്സിന് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഫ്രീഡം തരുന്നുണ്ട്. എന്നാലും സ്ട്രിക്റ്റാണ്, ആവശ്യത്തിന് ഉള്ള ഫ്രീഡമൊക്കെ കിട്ടുക. വലിയൊരു കാര്യം. അങ്ങനത്തെ പോലീസിലൊക്കെ അങ്ങനത്തെ ഒരു കമാൻഡിനെ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ശ്രോതാക്കൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടാവും IM വിജയനെ മുന്നിൽ കിട്ടിയിട്ട് ഫുട്ബോളിനെ കുറിച്ച് ചോദിക്കാതെ ഇതെന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. നമുക്ക് ഫുട്ബോളിലേക്ക് വരാം സാർ. 21 മുതൽ നമ്മൾ അക്കാഡമിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പം അക്കാഡമിയുടെ ഒരു എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി? ഇല്ല, നമ്മൾ ഇപ്പോൾ പോലീസ് അക്കാഡമി, ഗവൺമെൻറ് ഒരു അക്കാഡമി തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സെലക്ഷനൊന്നും കഴിഞ്ഞിട്ടില്ല. അതെന്തായാലും തീർച്ചയായും പെട്ടെന്ന് ഉണ്ടാവും. അത് ഗവൺമെൻറ് ആകുമ്പോൾ അതിൻ്റേതൊരു പ്രൊസീജിയറും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ പിള്ളേരെ അങ്ങനെ സ്റ്റേ ചെയ്ത് സ്കൂളൊക്കെ, അപ്പോൾ അത് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ അത് മിക്കവാറും പെട്ടെന്ന് റെഡിയാവും. താങ്കൾ കളിച്ചു തുടങ്ങുന്ന കാലത്ത് ഫുട്ബോൾ ആവേശമായിരുന്നു. കളിച്ചു തുടങ്ങുമ്പോൾ ആൾക്കാരെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകും ഇവർ ഈ കളിയുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെറുതെ പന്ത് കളിച്ച് നടക്കുന്ന ആൾക്കാർ എന്നൊരു ചിന്തയുണ്ടായിരുന്ന കാലത്താണ് താങ്കൾ കളിച്ചു തുടങ്ങിയത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി അതൊരു കരിയർ ആക്കാമെന്നുള്ളൊരു സാധ്യത ഇല്ലേ? നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മളൊക്കെ കളിച്ച് നടക്കുമ്പോൾ ഒരു വേറെ പണിയൊന്നും ഇല്ലടാ, ഈ പന്ത് കളിക്കാൻ പോലെ പഠിക്കാൻ പോക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ആ സമയത്ത് കളിച്ചാരാണ് ഇപ്പോൾ ഒരു വിജയനായത്. അന്ന് വിജയനായിരുന്നു, ഇപ്പോൾ IM വിജയനായിട്ട് കൊണ്ടിരിക്കാൻ പറ്റുന്നത്. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് വെറും ഫുട്ബോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സ്കൂളിൽ CMSലാണ് പഠിച്ച്. അവിടെ നിന്ന് എല്ലാ സ്കൂളിലും എല്ലാ കുട്ടികൾക്ക് ഇത്ര ഹെൽപ്ഫുൾ കിട്ടില്ല ആ സമയത്ത് കേട്ടോ. ഞാൻ പഠിക്കുന്നത് 81 82 കാര്യം പറയണേ. അവനെ സെവൻസ് കളിക്കാനുള്ള ഒരു പീരീഡ് നേരത്തേക്ക് വിടും. അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ അങ്ങനെ
റെഡിക്ക് എൻ്റെ സ്റ്റാർട്ട് സ്കൂളിൽ നിന്ന് തന്നെ. സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ 3 ഇയറിൻ്റെ ക്യാമ്പാണ്, സ്പോർട്സ് സയൻസ് പ്രൊഡക്റ്റാണ് ഞാൻ. അപ്പോൾ 3 ഇയറിൻ്റെ ക്യാമ്പിൽ നിന്ന് പിന്നെയാണ് കേരള പോലീസിൽ പോകണം. കേരള പോലീസിൽ കുറച്ച് കൊല്ലം ഉണ്ടായിരുന്നു, 2 കൊല്ലം ഫെഡറേഷൻ കപ്പ് എടുത്തു. കേരള പോലീസ് അതൊക്കെയാണ് ഇപ്പോഴത്തുള്ള ഞങ്ങളെക്കാളും വയസ്സായിരിക്കും ഇപ്പോഴും അവരുടെ മനസ്സിൽ നിൽക്കുന്നത്. നമ്മളാ പാപ്പച്ചനായാലും സത്യേട്ടനായാലും ഷാഫ് സാറായാലും അങ്ങനെ കുര്യേഷ് മാത്യു ആയാലും സുധീർ ആയാലും മെഹബൂബ് അവരിങ്ങനെ നിൽക്കുന്നത്, തോബിയ സാറായാലും അവരിപ്പോഴും അവരുടെ മനസ്സിൽ നിൽക്കുന്നത് അന്ന് അങ്ങനെ അത്രയും നന്നായി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പം അന്ന് പേടിയാണ് കളിക്കാൻ വിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫെയിം പൈസ ഒക്കെ ഉണ്ട്. അപ്പോൾ പാരൻസിന് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റാണ്, നല്ല കാര്യമാണ്. പാരൻസിന് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റാണ് വിടാൻ വേണ്ടിയിട്ട്. അത് കാരണം ഫുട്ബോളിന് ഭയങ്കര ഇമ്പ്രൂവ് ആയി, ഇപ്പോൾ പഴയകാലം ഭയങ്കര ഇമ്പ്രൂവ് ആയി. കാരണം ISL പോലെയുള്ള മാച്ചുകളൊന്നും ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ നമ്മൾ ആരാധിക്കുന്നവർ വന്നുകൂടെ കളിക്കാൻ, അവരെ കളി നേരിട്ട് കാണാനും കുറേ അവസരം കിട്ടിയത് ISL വന്ന കാരണത്തിന്. അത് വലിയൊരു ഭാഗ്യം തന്നെ. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ 2ാം സ്ഥാനമാണ് സപ്പോർട്ടേഴ്സിൻ്റെ. അർജൻറ്റീനയിലുള്ള ടീമാണെന്നുകൊണ്ട് ഫസ്റ്റ് ക്രൗഡ് അത്രയും വരുന്നത്. എന്നാൽ പിന്നെ നമ്മുടെ അവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്. അത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ അർജൻറ്റീന ജയിക്കണമെന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ പ്രാർത്ഥിച്ചാണ് കഴിഞ്ഞ വേൾഡ് കപ്പ്. അത് 10ാമത്തെ കൊല്ലമാണിത്. നമ്മളിപ്പോൾ 2 കൊല്ലം 3 കൊല്ലം ഫൈനലെത്തുന്നു, കപ്പ് എടുക്കാണ്ട് പോകണം. അപ്പോൾ ലോകം എല്ലാ മലയാളികളും ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പ് കിട്ടട്ടെ, ISL കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ കൊല്ലം സംഭവിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ക്ലബ് ഫുട്ബോളിനെ കുറിച്ച് വേറൊരു കാര്യം ചോദിച്ചു. ഇപ്പം ISL വന്നു, ISL ഇത്രയും കാലം കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 12th മാനായിട്ട് ഈ പറഞ്ഞ പോലെ ആരാധകരുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ആരാധകരുടെ അത്തരത്തിലുള്ള ചില വികാരങ്ങൾ ടീമിനെയും പ്രത്യേകിച്ച് കോച്ചിനെയൊക്കെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? അല്ല, ആരാധകർ വേണമല്ലോ. ഓൾറെഡിക്ക് ഒരു പ്ലെയറായാലും ഒരു ടീമിൻ്റെ ആരാധകരാണ് സ്ട്രെങ്ത്ത്. 12th മാൻ എന്ന് പറഞ്ഞാൽ ആരാധകരാണ്. നല്ലൊരു കോച്ചാണ് നമ്മുടെ ആൾ, ബെസ്റ്റ് കോച്ചാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ലൂണ പോയതാണ്. ഇപ്പോൾ ടീമിൻ്റെ ഏറ്റവും ഒരു മോശം അവസ്ഥ എന്ന് പറഞ്ഞാൽ, പക്ഷേ മോശം അവസ്ഥയല്ല, കാരണം ഓൾറെഡി ക്വാളിഫൈ ചെയ്തു. കുറേ പേര് ഇഞ്ചുറികളുണ്ട്. അപ്പോൾ ഇഞ്ചുറിയൊക്കെ ഒന്ന് കോച്ചിന് അത്രയും ടാലൻ്റാണ് കോച്ച്. അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത മാച്ചിനെ ഇറക്കി പിന്നെ ഇഞ്ചുറി ആക്കിയിട്ട് ഇനിയുള്ള മാച്ചുകളൊക്കെ ക്രൂഷ്യൽ മാച്ചുകളാണ്, ബെസ്റ്റ് 6 കളിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള പ്രിപ്പറേഷനാണ് കോച്ച് എടുക്കുന്നത്. അപ്പോൾ ഈ ആരാധകർ ചിലപ്പോൾ അവർക്ക് അറിയാത്ത കാരണം എപ്പോഴും ജയിച്ചു കാണണം, സ്വന്തം ഞാനായാലും എൻ്റെ ടീം ജയിച്ചു കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ആരാധകർക്ക് അങ്ങനെ ഒരു മനസ്സിലായി എൻ്റെ ടീം തോൽക്കാൻ പാടില്ല. ബ്ലാസ്റ്റേഴ്സിന് അത് അത്രയും സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ കോച്ച് ഭയങ്കര കണ്ണിങ് ആയ കാരണം കോച്ച് നല്ല നല്ല പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുത്ത് അവരിന് ഇഞ്ചുറി ഉണ്ട്, നമുക്ക് ഓൾറെഡി കുറേ പേര് ഇഞ്ചുറിയാണ്. അപ്പോൾ അവരിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നു. അത് കോച്ച് ഒരു ബെസ്റ്റ് ടാലൻ്റ് എന്ന് ഞാൻ പറയുള്ളൂ കോച്ചിൻ്റെ. താങ്കൾ കളിക്കുക മാത്രമല്ല എല്ലാ കളികളെയും വളരെ കാര്യമായി തന്നെ നിരീക്ഷിക്കുകയും കൂടി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ഫുട്ബോൾ വലിയ വിലയിൽ സൗദിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇപ്പം റൊണാൾഡോ സൗദിയിലേക്ക് വരുന്നു, മെസ്സി ഇന്റർ മയാമിയിൽ പോകുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് ഫുട്ബോൾ വരുമ്പോൾ അത് മലയാളികൾക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം സൗദിയിലെ ഏറ്റവും അധികം മലയാളീസാണ്. നമുക്ക് ഭയങ്കര അഭിമാനമല്ല നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ഇത്രയും വലിയ പ്ലെയേഴ്സ് വന്ന് കളിക്കുകയെന്ന് പറഞ്ഞാൽ, സൗദിയിലൊക്കെ വന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ വലിയൊരു അഭിമാനമല്ല. കാരണം നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ എല്ലാവരും യൂറോപ്യൻ ലീഗും സ്പാനിഷ് ലീഗൊക്കെയാണ് കാണുന്നവരാ. നേരെ കുത്തനെ ഇപ്പോൾ ഈ ലീഗാണ് എല്ലാവരും കാണുന്നത്. മറ്റേതൊക്കെ റയറായിട്ട് കാണുന്നുള്ളൂ. ഇതിപ്പോൾ എല്ലാ ചാനലിലും വരുന്നുണ്ട്, സ്റ്റാർ സ്പോർട്സിൽ എല്ലായിടത്തും വരുന്നുണ്ട്. റൊണാൾഡോ എവിടെ പോയി നിന്ന് കളിച്ചാൽ എല്ലാവരും കാണാൻ ആരാധകരുണ്ടാവും. അതാണ് സൗദിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഫുട്ബോളിന് അത്രയധികം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത വേൾഡ് കപ്പ്, ഈ അമേരിക്ക വേൾഡ് കപ്പ് തീർച്ചയായിട്ടും സൗദിയിലായിരിക്കും. അതൊരു വെറൈറ്റി വേൾഡ് കപ്പ് പോകും എന്തായാലും. ഇപ്പോൾ ഖത്തറിൽ എന്ത് രസമായിട്ടാണ് നടത്തിയത്. കാരണം ഞാനൊക്കെ ഒരു മാസം ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷോണി എന്നിട്ട് അവൻ്റെ കൂടെ ആയിരുന്നു, ഞാനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. വേൾഡ് കപ്പാണ് ഒരു മാസം. അവിടുത്തെ അവൻ്റെ രാജെന്നാണ് അവിടുത്തെ ഷെയ്ഖുണ്ട്, ആളുടെ വില്ലയിൽ നമുക്ക് എല്ലാ ഫുട്ബോളേഴ്സും ഉണ്ടായിരുന്നു കേരളത്തിൽ. ഞാൻ, ആസിഫ്, ജോപ്പോള്, അങ്ങനെ കുറേ മാർട്ടിൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു, നെൽസൺ, സുരേഷ്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഡിക്ക് എൻജോയ് ചെയ്തു അവിടെ പോയിട്ട്. ഒരു മാസം വേൾഡ് കപ്പിൻ്റെ മുന്നേ ഒരു മാസം വേൾഡ് കപ്പ് കഴിഞ്ഞ് അവിടെ നിന്ന് വേൾഡ് കപ്പ് കുറേ കളികൾ. ഖത്തറിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഞാൻ ആറാമത്തെ വേൾഡ് കപ്പാണ്. ഇതുവരെ 2 കളി കാണാൻ പറ്റിയില്ല. ഒരു ദിവസം 2 കളി കാണാൻ പറ്റി ഞങ്ങൾക്ക്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അതുപോലെ ഈ കളിക്കാരുടെ കാര്യം പറയുമ്പോൾ താങ്കൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ മനോഹരമായിട്ടൊരു ഉപമ പറഞ്ഞു. അതായത് മെസ്സിയുടെ കളിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ചിത്രചേച്ചിയുടെ പാട്ട് കേൾക്കുന്നത് പോലെയാണ്. മലയാളിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് ഇതിനേക്കാളും ഭംഗിയായിട്ട് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റില്ല ഒരാളുടെ കളിയെക്കുറിച്ച്. ഇല്ല, 2 പേരും ബെസ്റ്റ് പ്ലെയറാണ്, 3 പേരും ബെസ്റ്റ് പ്ലെയറാണ്. റൊണാൾഡോ ആയാലും മെസ്സി ആയാലും നെയ്മർ ആയാലും ബെസ്റ്റ് പ്ലെയർ. 3 പേരും 3 ഗെയിമാണ്, 3 ടാക്ടീസാണ് അവരുടെ. റൊണാൾഡോ ഓൾറെഡി പവർ ഗെയിമാണ്,
മറ്റേ നെയ്മർ തന്നെ സ്കിൽഫുൾ പ്ലെയറാണ്, എല്ലാവർക്കും അറിയാം. ഞാനത് പറയാൻ കാരണം, ഞാനെപ്പോഴും പറയാൻ കാരണം, നിങ്ങൾ ചിത്രേച്ചിയുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും അല്ലേ, ഓരോ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ചിത്രേച്ചിയുടെ. അതേപോലെ മെസ്സിയുടെ കളി കാണുമ്പോൾ നമ്മളങ്ങനെ ഒഴുകി പോവായില്ലേക്കണം. ആ ബോൾ കൊണ്ടുപോകുന്ന സ്റ്റൈലും പാസ് കൊടുക്കുന്ന സ്റ്റൈലും കാണുമ്പോൾ മൂന്നുപേരും ഗ്രേറ്റ് പ്ലെയേഴ്സാണ്. പക്ഷേ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. റൊണാൾഡോനും ഇഷ്ടം തന്നെയാണ്, പക്ഷേ എനിക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അർജൻറ്റീന ഫാനായ കാരണമായിരിക്കാം, അല്ലെങ്കിൽ കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് അങ്ങനെ എടുത്തുകൊണ്ട് പോകണമൊക്കെ കാണുമ്പോൾ ഒക്കെ നല്ല ഭയങ്കര രസമാണ്. അർജൻറ്റീനയെ കുറിച്ച് പറയുമ്പോഴാണ് പലതവണ താങ്കൾ ഈ ചോദ്യം അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും മറഡോണ കൊണ്ടാണല്ലോ നമ്മൾ ഒരുപക്ഷെ അർജൻറ്റീന ഫാനായി മാറുന്നത് തന്നെ മറഡോണ വരുമ്പോഴത്തേക്കാണ്. ആ മറഡോണയെ തൊട്ടടുത്ത് കാണാനും അദ്ദേഹത്തിന് കളിക്കാനും കഴിഞ്ഞ ഒരാളാണ്. വലിയൊരു ഭാഗ്യമാണ്. കാരണം ഒരു ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു മറഡോണയുടെ അടുത്ത്. ഞാൻ ഇടയ്ക്ക് ആക്ച്വലി ചെറുപ്പത്തിലൊക്കെ ഞാൻ ബ്രസീലിൻ്റെ കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പ ഡാൻസിൻ്റെ ഒരു കളിയാണ്, അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പല ഇവരൊക്കെ കളി ഇങ്ങനെ ടി വിയിലിങ്ങനെ കാസറ്റ് ഇട്ട് കാണുമ്പോഴും കരിഞ്ചേരൊക്കെ കളി കാണുമ്പോൾ ഞാൻ ബ്രസീൽ ഫാനായിരുന്നു ആദ്യം. പിന്നെ മറഡോണ 86 ആ വൺ മാൻ ഷോ ആയിട്ട് അർജൻറ്റീന ഫാനായത്. പിന്നെ ആ ഒരാളിനെയാണ് നേരിട്ട് കാണാൻ പറ്റിയത് കണ്ണൂർ വന്നപ്പോൾ. ബോബി ഓഫ് കോഴ്സ് ബോച്ചേൻ്റെ ആൾ കൊണ്ടുപോയി മറഡോണയുടെ കൂടെ കളിക്കാൻ 2 മിനിറ്റ് ബോൾ കട്ട ഒരു അവസരം കിട്ടിയ ഒരു ദൈവത്തിനെ കാണുന്ന ഒരു ഫീലായിരുന്നു. ഞാൻ ഷോക്കായിരുന്നു. അങ്ങനെ സ്വപ്നമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അത് എന്തോ വലിയൊരു ഭാഗ്യം. ഫുട്ബോൾ മാത്രമല്ല, പിന്നൊരു സമയം വന്നപ്പോൾ താങ്കൾ സിനിമയിലേക്ക് വരുന്നു. മലയാളത്തിൽ നിന്നുള്ള വളരെ പ്രഗത്ഭനായ ഡയറക്ടറായ ജയരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ കാലുകളെക്കാൾ താങ്കളുടെ മുഖമാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ഈ സിനിമയിൽ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? എന്താണ് ആലോചിക്കുന്നത്? ജയരാജേട്ടൻ ഞാനൊരു ഫംഗ്ഷനിലെന്നറിയാം, അപ്പോൾ എൻ്റെ വൈഫുണ്ട് ഞാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെന്നിരിക്കുമ്പോൾ തൃശ്ശൂർ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നോട് അടുത്തിരിക്കുകയായിരുന്നു. എന്നോട് ചോദിച്ചു, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യക്കുറവൊന്നുമില്ല, എന്നാലും എന്ന് പറഞ്ഞു. അഭിനയിച്ചിട്ടില്ല അതുവരെ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ആള് സ്റ്റേജിൽ കയറി പ്രസംഗിച്ചിട്ട് അടുത്ത എൻ്റെ പടത്തിലെ നായകൻ വിജയനാമ. ഞാൻ ഷോക്കെയാ, ഞാനോ നായകനോ? അപ്പോൾ ഞാൻ ചേട്ടൻ വന്നപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ ആദ്യം തന്നെ കണ്ണാടി നോക്കാറുണ്ട്, എനിക്ക് എന്നെ കുറിച്ചൊരു ബോധമുണ്ട്, എന്താണ് ചേട്ടൻ? ഇല്ല നീ അതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ മേടിക്കട്ടെ, പടത്തിൽ അഭിനയിക്കാൻ പോകണ്ട. പെണ്ണിൻ്റെ അടുത്ത് പെർമിഷൻ മേടിച്ചില്ല ചിലപ്പോൾ ചവിട്ടി കൂട്ടില്ലേ. അതായത് വൈഫിൻ്റെ അടുത്ത് ജയരാജൻ്റെ പടങ്ങളെന്ന് പറഞ്ഞാൽ ക്ലാസ് പടങ്ങളല്ലേ. എന്നിട്ടാണ് ഞാൻ ശാന്തത്തിൽ അഭിനയിക്കുന്നത്. അതൊരു നാഷണൽ അവാർഡ് കിട്ടി ഫസ്റ്റ് പടം. പിന്നെ കുറേ പടത്തിൽ വിജയുടെ കൂടെ അഭിനയിച്ചു, കാർത്തിയുടെ കൂടെ അഭിനയിച്ചു, ഉദയനിധി സ്റ്റാലിൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അതേ 2-3 പടം ഇറങ്ങാനൊക്കെ ഉണ്ട്. ഗുമസ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങാനുണ്ട്, ജയ്സൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ അടുത്ത് ഇറങ്ങാൻ പോകണം. പിന്നെ ഞാൻ ഇടിയൻ ചന്തു ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, മറ്റേ വിഷ്ണുവിൻ്റെ കൂടെ കഴിഞ്ഞു. ഇതിപ്പോൾ ജാഫ്രിഡിക്കും ഇന്ദ്രൻസും ഒരു പോക്കുന്ന പടമുണ്ട്, അപ്പോൾ അതിൽ അഭിനയിച്ചു. ആ 2-3 പടം ഇപ്പോൾ ഇറങ്ങാക്കുണ്ട്. അതാണ് ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ നായകനും നടനൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. എങ്കിലും താങ്കളുടെ തമിഴിലെ 2 കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് തിമിരിലെ കഥാപാത്രവും ബിഗിലിലെ കഥാപാത്രവും നമുക്ക് എന്തോ വില്ലനാണെങ്കിൽ കൂടി എവിടെയൊക്കെ ഒരു ഇഷ്ടം തോന്നുന്ന ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, ഫസ്റ്റ് വിശാലാണ് എന്നെ വിളിക്കുന്നത്. വിശാൽ എൻ്റെ ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് വിളിച്ച കാസറ്റ് ഉണ്ട്. അപ്പോൾ വിശാലിന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ്. അപ്പോൾ ഞാൻ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് വിശാലിനെ വിളിക്കുന്നത്. എൻ്റെ തിമിരിൽ അഭിനയിച്ചിട്ടാണ് പിന്നെയുള്ള കാർത്തിയുടെ കൂടെ ഉദയനിധി സ്റ്റാലും ലാസ്റ്റ് ബിഗിലിൽ ചാൻസ് കിട്ടിയതും വിജയുടെ കൂടെ അഭിനയിക്കാൻ. തമിഴിൽ നല്ല ചെയ്തൊക്കെ നല്ല നല്ല ആർട്ടിസ്റ്റിൻ്റെ കൂടെ, ഗ്രേറ്റ് ഫുൾ ആർട്ടിസ്റ്റിൻ്റെ കൂടെ. ആ ഒരു വെയിറ്റ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ നടനൊന്നും അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പന്ത് കളിക്കാരനായാലും പിന്നെ ആ ഒരു കൺസെഷൻ തരും. അല്ല, എങ്കിലും താങ്കൾ ചെയ്ത എല്ലാ രംഗങ്ങളും പലതും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എനിക്ക് ഷോക്കായത്, ഞാൻ പൊറിഞ്ചു എന്ന് പറയുന്ന ജോർജ് സാറാണല്ലോ. ജോർജ് സാർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു സീനുള്ളൂ. ഞാൻ ബുള്ളറ്റുമ്പോൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത്, അത് വിജയരാഘവേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഡയലോഗ് പറയുന്നു. അപ്പോൾ ഞാൻ ജോർജ് സാർ ആരും നടന്മാരെ സംസാരിക്കാൻ പേടിയാണല്ലോ. ഞാൻ പോയിട്ട് പറഞ്ഞു, സാറേ എനിക്ക് പ്രൊമോട്ട് ചെയ്ത് തന്നാലും ഡയലോഗ് പറയാൻ പറ്റുള്ളൂ, എനിക്കതിന് അറിയില്ല. വിജയിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു തന്നു. അപ്പോൾ അങ്ങനെ ഒരു സീൻ എടുത്ത് തന്നിട്ട് അപ്പം എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്ന് ബുള്ളറ്റും പറഞ്ഞ സീന് 2 ഡയലോഗ് പറഞ്ഞിട്ട് വിജയ് വെരി ഗുഡ് എന്ന് പറഞ്ഞു. കുട്ടാട്ടായിട്ടിരിക്കുന്നത് വിജയരാഘവനായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനോട് പറയാം, വിജയ കുട്ടാട്ടാവാതിൽ പറയണേ, വിജയ നീ എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ചോദിച്ചാൽ എന്താ അങ്ങനെ പറയണേ? ജോർജ് സാറാണ് വെരി ഗുഡ് എന്ന് പറഞ്ഞേക്കണേ. ജോർജ് സാർ ഇപ്പം മമ്മൂക്ക് ഇങ്ങനെ ഞാനും മരിച്ച് അഭിനയിച്ചാലും ഓക്കെ കുട്ടാ കുഴപ്പമില്ല,
എന്ന് പറയുള്ളൂ. നിനക്ക് ഞാൻ പറഞ്ഞ ഇത് നടൻ, നിങ്ങളൊക്കെ നടന്മാരാണ്, അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതല്ല. ഞാൻ ഫുട്ബോൾ പ്ലെയർ അങ്ങനെ ഒരു ആരാധന കൊണ്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. അവർ നിങ്ങൾക്ക് ഓസ്കാർ കിട്ടിയെന്ന് വിചാരിച്ചു തോന്നുന്നു. ജോർജ് സാറാണ് പറഞ്ഞത് വെരി ഗുഡ് എന്ന്. നല്ല രസമായിരുന്നു. അപ്പോൾ ഒറിജിനൽ നല്ല ഒറ്റ സീനുണ്ടെങ്കിലും ഭയങ്കര സീനായിരുന്നു അത്. തീർച്ചയായിട്ടും ആ ബുള്ളറ്റിൽ വന്നിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തും പോലെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന ഒരു വേഷം. വീണ്ടും നമ്മൾ ഫുട്ബോളിലേക്ക് തിരിച്ചു വരുന്നത്, ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ ചോദ്യമാണ്. അതായത് ഈ ഒരു ടീനേജ് കാലഘട്ടത്തിൽ നാട്ടിലെ സെവൻസ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിരുന്ന താങ്കൾ കളിക്കുന്നില്ല എങ്കിൽ കൂടി നാട്ടിലെ ചില ആൾക്കാർക്കൊക്കെ ഞങ്ങൾ താങ്കളുടെ പേരിട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ ചെറുപ്പകാലം മുതലേ ആരാധിക്കുന്ന എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഹീറോയാണ് ഈ ചോദ്യം. താങ്കളുടെ 20s മുതൽ എത്താത്ത പ്രശസ്തിയുടെ ഉയരങ്ങളില്ല. ഇപ്പോഴും പല പല മേഖലകളിൽ, പ്രത്യേകിച്ച് സിനിമയിലൂടെയും ഫുട്ബോളിൻ്റെ രംഗത്തും തന്നെ ആ ഒരു പ്രശസ്തി. പക്ഷേ ഈ ഒരു കാലത്തും താങ്കൾ ഈ പ്രശസ്തി താങ്കളുടെ തലയിൽ കയറുന്നില്ല. താങ്കൾ ഇപ്പോഴും സാധാരണക്കാരനായി ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഹീറോയോട് എൻ്റെ ചോദ്യമാണ്. നമ്മൾ കുറേ ഒരാളുകൊണ്ട് വൃത്തികെട്ട ആളെന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് മതി. ഇവർ നല്ലൊരാളെന്ന് പറയുമ്പോൾ കുറേ സമയം പിടിക്കും അല്ലേ. നമ്മൾ ഫുട്ബോൾ പ്ലെയറാണ്, നമുക്ക് ഒരു സെക്കൻഡ് മതി നമ്മുടെ ലൈഫ് പോകാൻ. അത് നമ്മൾ തലയിൽ കൊണ്ടുവച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനെപ്പോഴും പിള്ളേരോട് ചെറിയൊരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ വിജയ് പറഞ്ഞ ചിന്ന കഥ ചെയ്യുന്നുണ്ട് തുടങ്ങില്ല, ഒരു ചെറിയ കഥ തന്നെ ഒന്നുമില്ല. നമ്മളിപ്പോൾ പാടത്ത് ഞാറ് നടുമ്പോഴേ ഞാറ് ഇങ്ങനെ കുറച്ച് വളർന്ന് തന്നെ കുറച്ചിങ്ങനെ നിൽക്കും. കുറച്ചുകൂടി വന്നാൽ ഇങ്ങനെ കതിരിടും, ഇങ്ങനെ നെല്ലിങ്ങനെ നെല്ലുണ്ടാവും. പിന്നെ റെഡിക്ക് ഇങ്ങനെ കൊയ്യേണ്ട സമയമാകുമ്പോൾ അങ്ങനെ ചാഞ്ഞ് കിടക്കും. എത്രയും ടോപ്പിലെത്തുമ്പോൾ അങ്ങനെ ചാഞ്ഞ് കിടക്കും. അരിയില്ലാണ്ട് അറിയാം, നമുക്ക് അതിന് വേണ്ടി ജീവിക്കരുത്. അപ്പോൾ അത് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഈ ഇത്ര നല്ല ഹൈറ്റിലെത്തുമ്പോൾ കൊയ്യാൻ നിൽക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അത് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണ പാടത്ത് കൃഷിക്കാർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആയാൽ മതി. നമ്മൾ അത്രേ ഉള്ളൂ. നമ്മൾ തലയിൽ വെച്ച് നടക്കുന്ന പന്ത് കളി എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് കളിക്കാനുള്ളതാണ് അല്ലേ, തലയിൽ ഏറ്റേക്കുള്ളതല്ല. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും വേണമെങ്കിൽ രക്ഷപ്പെടാം. അപ്പോൾ ഞാൻ എൻ്റെ നാച്ചുറലാണ് ഇങ്ങനെ നടക്കണൊക്കെ. എൻ്റെ നാച്ചുറൽ വേണമെന്ന് വെച്ച് ഞാൻ വലിയ എലിമക്കാരനെന്ന് ഞാൻ പറയുന്നില്ല, കൂർത്തകേണ്ട കൂമ്പാരം തന്നെയാണ്. പക്ഷേ നമ്മൾ വെറുതെ പോസാക്കി നടന്നിട്ട് ഒരു കാര്യമില്ല. കാലുകളെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാല് പെലയും ഒരു കാല് മർഡോണയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇത്രയും അടുത്ത് കാണാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കരുതുന്നു. അത് ആരാധന കൊണ്ട് മാത്രമല്ല അതങ്ങനെ ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഇല്ല, പെലേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞാൽ എന്നെ ബ്ലാക്ക് പേൾ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം പെലേനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാന്ന് എന്നാൽ കറുത്തമുത്ത് എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്, വലിയൊരു സംഭവം തന്നെ. അപ്പോൾ ആദ്യം എന്നെ ജോസഫ് സാറാണല്ലോ പോലീസിൽ DGP. അപ്പോൾ ആൾ മനോരമേൻ്റെ ഒരു വാക്ക് പറഞ്ഞത് കുപ്പയിൽ കിടന്ന മാണിക്കം എന്ന് പറഞ്ഞു. അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. അതൊരു വലിയൊരു വേർഡാണ് അതൊക്കെ. അതുപോലെ പെലേനെ കമ്പയർ ചെയ്ത് വിളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ദൈവമേ വലിയൊരു അതാണ് പറഞ്ഞത്. പെലേന്ന് റൈറ്റിലും കൂത്തി മറഡോണ പിന്നെ എൻ്റെ പെറ്റാണ്, ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്ലാനാണ്. പെലേരെ കളി നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, മറഡോണയുടെ കളിയാണ് നേരിട്ട് കണ്ടത്. അതാണ് ഞാൻ മറഡോണ ഒന്നും കുത്തിയത്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഭയങ്കര ഫാനാണ്. ഫാൻ എന്ന് പറഞ്ഞാൽ ഡൈഹാർഡ് ഫാനാണ്. ഒരുപാട് റെക്കോർഡുകൾ, അതായത് 12 സെക്കൻഡിലെ ഗോളടക്കം ഒരുപാട് റെക്കോർഡുകളുണ്ട്. അപ്പോൾ ഒരു പുതിയ കുട്ടികളോട് എന്താണ് ഇത് പറയാനുള്ളത്? ഇല്ല, ഇപ്പോൾ നല്ല ഫുട്ബോൾ ഭയങ്കര പോപ്പുലറായിരിക്കുന്ന സമയമാണ് ഇന്ത്യയിൽ. പിള്ളേർക്കൊന്നും നന്നായി കളിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് കളിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇന്ത്യൻ ടീമിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് വളർന്നു വരാൻ. നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളൊക്കെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ വന്ന് ഇൻ്റർവ്യൂ നിങ്ങൾ വന്ന് വെയിറ്റ് ചെയ്ത് തന്നെ വന്ന് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇല്ലാണ്ട് തന്നെ വിളിക്കില്ലല്ലോ. അപ്പോൾ അതിന് നന്നായിട്ട് ആദ്യമേ നമ്മൾ കുറേ മെനക്കെട്ടുണ്ടായിരുന്നു. അല്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്ലെയർ ആവാൻ പറ്റുന്നില്ല. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി കളിക്കുക, അത് തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷനിലെത്താൻ പറ്റും പിള്ളേർക്ക്. ഇപ്പം നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള സമയമാണ്, ഇന്ത്യ കളിക്കാനൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള സമയമാണ്. ഇതിപ്പോൾ വിഷുവിൻ്റെ സമയം കൂടിയാണ്. എന്തെങ്കിലും ഒരു വിഷു ഓർമ്മയും കൂടി പറഞ്ഞ് നമുക്ക് ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാൻ തോന്നും. വിഷു എന്ന് പറഞ്ഞാൽ ആദ്യം വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ തന്നെ ഭയങ്കര ആഘോഷമാണ്. വിഷു, പൂരം, അതാണ്. വിഷു കഴിഞ്ഞാൽ അപ്പോൾ പൂരമാണ്. ആ വിഷുവിനൊക്കെ ഞങ്ങൾ വിഷുക്കട്ടുണ്ടാക്കുക. ആദ്യമൊക്കെ ഭയങ്കര രസമാണ്. അമ്മയൊക്കെ ഉള്ളപ്പോൾ തലേദിവസം കഷ്ണം മുറുക്കി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഉള്ള. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഒന്നും സമയമില്ല ആർക്കും. ഒറ്റ കാലത്ത് പോയാൽ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വിഷുവൊക്കെ അവിടെ നിന്ന് കിട്ടും. അല്ലെ വേറെ എവിടെയെങ്കിലും ഒരു എല്ലാ സാധനങ്ങളും പായസയിലൊക്കെ കറികളതിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ. പക്ഷേ നമ്മൾ ആദ്യത്തെ കാലത്തെ വിഷു നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അച്ഛനോട് അമ്മയോടൊക്കെ വെച്ചാൽ അവരെന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് അവരവിടെ സാധനങ്ങളൊക്കെ നുറുക്കി പിറ്റേ ദിവസത്തെ കുറേ വിഭവം കറികളൊക്കെ വയ്ക്കുമ്പോൾ അതൊരു വേറെ ത്രില്ലാണ്, കഴിക്കാൻ വലിയൊരു രസമാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫാസ്റ്റാണ്. കാരണം സമയമില്ല, ജോലി ലീവ് കിട്ടാൻ 2 ദിവസം 3 ദിവസമൊക്കെ ആവും. ആ സമയത്ത് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ പിള്ളേരൊക്കെ നോക്കണ്ടേ. അത്രേ ഉള്ളൂ. അന്നത്തെ വിഷും ഇന്നത്തെ വിഷും കുറച്ച് എന്തായാലും ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ദേവികുളം നിലയിൽ തവണ വിഷു കൈനീട്ടമായി കിട്ടിയത് ഒരു കറുത്ത മുത്താണ്. ഈ മുത്തിനെ ഞങ്ങൾ വളരെ കാര്യമായി സൂക്ഷിക്കുന്നു. നന്ദി സർ. കണിക്കൊന്നയും കാൽപന്തും ഫുട്ബോൾ താരം IM വിജയനുമായുള്ള അഭിമുഖം സമാപിക്കുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചത് മനീഷ് MP. സാങ്കേതിക സഹായം അൻവർ മുട്ടഞ്ചേരി. നിർവഹണ സഹായം ആഷ്ലി. നിർവഹണം മനീഷ് MP.